بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد، فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചു പാലിച്ച് ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയും ദീനിന്റെ പേരിൽ വസിയ്യത്ത് ചെയ്യുകയുമാണ്. ഇന്ന് നമ്മൾ ഇവിടെ തുടർത്തി സംസാരിക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അൽ അഖീദത്തുൽ വാസിത്തിയയിൽ അള്ളാഹുവിന്റെ സിഫാത്തുകളെ സ്ഥാപിക്കുന്ന ആയത്തുകൾ നൽകിയത് വിവരിക്കുകയാണ്. അൽ അഫ്വ്, അതേപോലെ അൽ മഗ്ഫിറത്ത്, അർ റഹ്മത്ത്, അൽ ഇസ്സത്ത് എന്നീ അള്ളാഹുവിന്റെ സിഫത്തുകൾക്കുള്ള ഏതാനും തെളിവുകൾ ഷെയ്ഖുൽ ഇസ്ലാം നൽകിയതാണ് ഇന്ന് നമ്മൾ ഇവിടെ ഉണർത്തുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, വഖൗലുഹു ഇൻ തുബ്ദു ഖൈറൻ ഔ തുഖ്ഫൂഹു ഔ തഅഫു അൻ സൂഇൻ ഫഇന്ന അല്ലാഹ കാന അഫുവൻ ഖദീറ വൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറ അല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. وقوله ولله العزة ولرسوله وللمؤمنين. وقوله عن إبليس فبعزتك لأغوينهم أجمعين. ഈ 4 ആയത്തുകളാണ് അള്ളാഹുവിന് അഫുവ് അഥവാ വിട്ടുവീഴ്ച ചെയ്യുക, അൽ മഗ്ഫിറത്ത് പാപങ്ങൾ പൊറുക്കുക, അർ റഹ്മ കരുണ, വൽ ഇസ്സ പ്രതാപം. ഈ 4 വിശേഷണങ്ങളെ അറിയിക്കുന്നതിനുള്ള തെളിവുകൾ ഷെയ്ഖുൽ ഇസ്ലാം ഉണർത്തിയത്. ഇതിൽ ഒന്നാമത്തെ ആയത്ത് വഖൗലുഹു ഇൻ തുബ്ദു ഖൈറൻ ഔ തുഖ്ഫൂഹു ഔ തഅഫു അൻ സൂഇൻ ഫഇന്ന അല്ലാഹ കാന അഫുവൻ ഖദീറ. സൂറത്ത് നിസായിൽ 149-ാമത്തെ ആയത്ത്. ആയത്ത് അർത്ഥമാക്കുന്നത് ഇൻ തുബ്ദു ഖൈറൻ, നിങ്ങൾ ഒരു നന്മ അത് ജനങ്ങൾക്ക് പ്രകടിപ്പിക്കുന്നുവെങ്കിൽ, ഔ തുഖ്ഫൂഹു അല്ലെങ്കിൽ ആ നന്മയെ നിങ്ങൾ ജനങ്ങളെ തൊട്ട് ഗോപ്യമാക്കുന്നുവെങ്കിൽ, ഔ തഅഫു അൻ സൂഇൻ അല്ലെങ്കിൽ ഒരു മോശമായ പെരുമാറ്റത്തെ തൊട്ട് നിങ്ങൾ മാപ്പ് നൽകുന്നുവെങ്കിൽ, ഫഇന്നല്ലാഹ അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും കാന അഫുവൻ ഖദീറ അല്ലാഹു മാപ്പ് നൽകുന്നവനും ഖദീറുമാകുന്നു, കഴിവുള്ളവനുമാകുന്നു. ഈ ആയത്ത് അള്ളാഹുവിന്റെ അഫുവ് അതുപോലെ ഖുദ്റത്ത് എന്നീ സിഫത്തുകൾ അറിയിക്കുന്നുണ്ട്. ഫഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു കാന അഫുവൻ അള്ളാഹു അഫുവാകുന്നു, മാപ്പ് ഏകുന്നവനാകുന്നു, വിട്ടുവീഴ്ച ചെയ്യുന്നവനാകുന്നു, ഖദീറൻ കഴിവുറ്റവനുമാകുന്നു. അപ്പോ നമ്മൾ വല്ല നന്മയും പ്രകടിപ്പിച്ചു ചെയ്താലും
അതിനെ ഗോപ്യമാക്കി ചെയ്താലും, ജനദൃഷ്ടിയിൽ നിന്ന് മറച്ച് ചെയ്താലും, ജനദൃഷ്ടിയുടെ മുന്നിൽ ചെയ്താലും, അതേപോലെ ഒരു തെറ്റ് നമ്മളോട് ചെയ്തതിൽ നമ്മൾ മാപ്പ് നൽകിയാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയും മാപ്പേകുന്നവനാണ്, അള്ളാഹു കഴിവുറ്റവനാണ്. അവിടെ അഫുവുൻ, അള്ളാഹുവിന് അഫു, മാപ്പ് ഏകുക എന്ന വിശേഷണമുണ്ട്. അതറിയിക്കാനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഈ ഒരു ആയത്ത് കൊണ്ടുവന്നത്. ഈ ആയത്തിന് തൊട്ട് മുമ്പുള്ള ആയത്തിൽ ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗലി ഇല്ലാ മൻ ളുലിം വകാന അല്ലാഹു സമീഅൻ അലീമ. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗൽ, വാക്കുകളിൽ മോശമായത് അത് പരസ്യപ്പെടുത്തുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ഇല്ലാ മൻ ളുലിം, മർദ്ദിക്കപ്പെട്ടവനൊഴിച്ച്. മർദ്ദിക്കപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം മർദ്ദിക്കപ്പെട്ടവനോട് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തത്തുല്യമായിട്ട് പ്രതികരിക്കാം, അല്ലെങ്കിൽ മർദ്ദിക്കപ്പെട്ടു എന്നുള്ളത് പറയാം, അതിൽ കുഴപ്പമില്ല, അത് പരസ്യപ്പെടുത്തുന്നതിന് പ്രശ്നമല്ല. അല്ലാത്ത വിധം മോശമായ വാക്കുകളെ പരസ്യപ്പെടുത്തുക എന്നുള്ളത് പാടുള്ളതല്ല. വകാന അല്ലാഹു സമീഅൻ അലീമ, അള്ളാഹു കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. എന്നിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇൻ തുബ്ദു ഖൈറൻ, ഒരു നന്മ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അത് ജനങ്ങൾക്ക് നിങ്ങൾ പരസ്യമാക്കി, ഔ തുഖ്ഫു, അല്ലെങ്കിൽ ജനങ്ങളെ തൊട്ട് നിങ്ങൾ അത് മറച്ച് ഗോപ്യമാക്കി, ഔ തഅഫു അൻ സൂഇൻ, അല്ലെങ്കിൽ നിങ്ങളോട് മോശമായി പെരുമാറിയതിൽ നിങ്ങൾ മാപ്പേകി എങ്കിൽ ഫഇന്നല്ലാഹ്, തീർച്ചയായും അള്ളാഹു കാന അഫുവൻ, അള്ളാഹുവും നമ്മൾ അള്ളാഹുവിന് മുമ്പിൽ ചെയ്യുന്നതായ തെറ്റുകൾ അതിൽ മാപ്പ് നൽകുന്നവനാണ്. ഖദീറൻ, അള്ളാഹു കഴിവുറ്റവനുമാകുന്നു. ഇവിടെ മാപ്പേകുന്നവനാണ്, അഫൂവ് ആണ് അള്ളാഹു എന്ന് പറഞ്ഞിട്ട് ഉടനെ ഖദീർ എന്ന് പറഞ്ഞു. അതിലൊരു ഹിക്മത്ത് ഉണ്ട്. അതെന്താ? മനുഷ്യന്മാർ ചിലപ്പോൾ മാപ്പ് കൊടുക്കൽ പ്രതികാരം ചോദിക്കാൻ കഴിവില്ലായിട്ടേക്കാറ്. മനസ്സിലായില്ലേ? തന്നോട് മോശമായി പെരുമാറിയവൻ അപ്പുറത്ത് ശക്തനാണ് എങ്കിൽ, മോശമായി പെരുമാറപ്പെട്ടവൻ അവന് അശക്തനുമാണ് എങ്കിൽ പിന്നെ മാപ്പ് കൊടുക്കലില്ലാതെ ഒരു വഴി ഉണ്ടാവില്ല. ശരിയല്ലേ? അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിക്രിയ ചെയ്യുവാനും പ്രതികാരം വീട്ടുവാനും മോശം പ്രവർത്തിച്ചവനെ ശിക്ഷിക്കുവാനും കഴിവുള്ളവനാണ്. അതോടൊപ്പമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ അഫു എന്നുള്ള വിശേഷണം അത് മഹത്തായ ആശയങ്ങളെയാണ് തേടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അടുത്ത ആയത്ത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ കൊടുക്കുന്നത് വലിയഅഫു വലിയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. വലിയഅഫു, അവർ മാപ്പ് നൽകട്ടെ. വലിയസ്ഫഹു, അവർ വിട്ടുവീഴ്ച നൽകട്ടെ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുവാൻ, അല്ലെങ്കിൽ പുറത്തു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനും റഹീമുമാകുന്നു, കരുണാവാരിധിയുമാകുന്നു. ഈ ആയത്ത് അള്ളാഹുവിന്റെ അഫു എന്ന വിശേഷണത്തെയും അതുപോലെ മഗ്ഫിറത്ത് എന്ന വിശേഷണത്തെയും റഹ്മത്ത് എന്നുള്ള വിശേഷണത്തെയും അറിയിക്കുന്നുണ്ട്. അതെങ്ങനെയെന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമ്മൾ തുടർച്ച പറയാം. ഈ ആയത്ത് എന്തിന്റെ വിഷയത്തിലാണ്? ഈ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂറിൽ 22-ാമത്തെ ആയത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനാ ഈ ആയത്ത് ഇറക്കുന്നത്? അത് ഒരു ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടാണ്. അഥവാ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് മദീനയിൽ കപട വിശ്വാസികൾ കടുത്ത ഒരു അപരാധം പറഞ്ഞു പരത്തുകയുണ്ടായി. ആ അപരാധം ആയിഷ റളിയല്ലാഹു തആല അൻഹയെ മോശപ്പെടുത്തുന്നത് പോലെ തന്നെ അതിനേക്കാൾ അത് മോശപ്പെടുത്തൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആയിരുന്നു. കാരണം വ്യഭിചാരാരോപണമാണ് ആയിഷമ്മയെ കുറിച്ച് അവർ പറഞ്ഞു വരുത്തിയത്. സഫ്വാൻ ഇബ്നു മുഅത്തൽ അസ്സുലമിയും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയും തമ്മിൽ അവിഹിതമായ ബന്ധത്തിൽ അകപ്പെട്ടു, അവരേർപ്പെട്ടു എന്നതാണ് പറഞ്ഞു വരുത്തിയത് കപട വിശ്വാസികൾ. യഥാർത്ഥത്തിൽ മനസ്സിലാലോചിക്കാൻ പോലും പാടില്ലാത്ത കാര്യമാണ് കപട വിശ്വാസികൾ മദീനയിൽ പറഞ്ഞു പരത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാനസികമായി ഉപദ്രവിച്ചത്.
ആ ഹാദിസത്തുൽ ഇഫ്ക്, അപവാദ സംഭവം, അതുമായിട്ടാണ് ഈ സംഭവത്തിന്, ഈ ആയത്തിന് ബന്ധം. അതെന്താ? കപടവിശ്വാസികൾ ആയിഷമ്മയെ കുറിച്ചുള്ള ഈ അപവാദ പ്രചരണം പ്രചണ്ഡമായി മദീനയിൽ പ്രചരിപ്പിച്ചു. ആ പ്രചരണത്തിൽ അതിന്റെ ഊക്ക് കാരണത്താൽ ചില വിശ്വാസികളും അകപ്പെടുകയുണ്ടായി. മിസ്തഹ് ഇബ്നു അസാസ, ഹസ്സാൻ ഇബ്നു സാബിത്ത്, ഹംന ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹുൽ ജമീ, ഇവരൊക്കെ ഈ അപവാദ വാർത്ത പ്രചരിപ്പിച്ചവരിൽപ്പെട്ടവരായിരുന്നു. അതിൽ മിസ്തഹ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ബദരീങ്ങളിൽപ്പെട്ട സഹാബിയാണ്. മാത്രമല്ല ഈ മിസ്തഹ് ഇബ്നു അസാസ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കുഞ്ഞാമാന്റെ മകനുമാണ്. ഉമ്മാന്റെ അഞ്ചത്തിയുടെ മകനാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു ഈ മിസ്തഹിന് ചെലവിന് നൽകിയിരുന്നത്. മിസ്തഹിന്റെ താമസം, മിസ്തഹിന്റെ ഭക്ഷണമൊക്കെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു ഏറ്റെടുത്ത് നിർവഹിച്ചിരുന്നത്. കുഞ്ഞാമനെ നോക്കുന്നത് പോലെ കുഞ്ഞാമയുടെ മകനെയും അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു സംരക്ഷിച്ചു പോന്നിരുന്നത് എന്ന് ചുരുക്കം. മദീനയിൽ കപടവിശ്വാസികൾ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു തആലയെ കുറിച്ച് ദുഷിച്ച വാർത്തകൾ പറഞ്ഞു പരത്തിയപ്പോൾ ആ വാർത്ത പ്രചരിപ്പിക്കുന്നതിന്റെ ഊക്കിൽ വിശ്വാസികളുടെ ചില വാക്കുകളും കപടവിശ്വാസികളുടെ വാക്കിന് അനുകൂലമായി. മിസ്തഹ് ഇബ്നുൽ അസാസ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ ഒരു അപവാദ പ്രചരണത്തിൽ അകപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊന്നുകൂടി കടുത്തതാണ്. കാരണം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകളാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ. ആ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെലവിലാണ് മിസ്തഹ്, സംരക്ഷണത്തിലാണ് മിസ്തഹ്. അപ്പൊ മിസ്തഹിനെ പോലുള്ളവർക്ക് ശരിക്ക് ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പോലുള്ളവരെ കുറിച്ച് അറിയാലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കപട വിശ്വാസികൾ ഈ പ്രചരണവുമായി നടന്നപ്പോ മദീനയിൽ ഓരോ സഹാബികളെയും അതേപോലെ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ അറിയുന്ന ഓരോരുത്തരെയും സ്ത്രീകളെ അടക്കം വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ പരിശുദ്ധിയും അവരുടെ പവിത്രതയും പറയുക മാത്രമാണ് ചെയ്തത്. ആയിഷമ്മയെ ആരും ജീവിതനാളിൽ തെറ്റിദ്ധരിച്ച ഒരു രംഗങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും മൊഴി. പക്ഷെ കപട വിശ്വാസികൾ ഇത്തരത്തിലുള്ള വാർത്തകളുമായിട്ട് ഊരു ചുറ്റിയാൽ വിശ്വാസികളുടെ പോലും അടിപതറും എന്നുള്ളതിന്റെ ഒരു ചരിത്രം കൂടിയാണ്. മിസ്തഹ് ബിൻ അസാസയെ പോലുള്ളവർ ആ പ്രചരണത്തിൽ അകപ്പെടുകയുണ്ടായി. സ്വാഭാവികമായിട്ടും അതിൽ വലിയ വേദനയുണ്ടാകും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ തന്നെ ആയിഷ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ സഹജമായിട്ടുള്ള പ്രതികരണം അവരിൽ നിന്നുണ്ടായിട്ടുണ്ട്. മിസ്തഹ് ഈ അപവാദ പ്രചരണത്തിൽ അകപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇനി ഞാൻ മിസ്തഹിന് ചെലവിന് നൽകുകയില്ല എന്നുള്ളത് സത്യം ചെയ്ത് തീരുമാനിച്ചു. ഏതൊരു പിതാവിന്റെയും മനസ്സ് പോലെ തന്നെയായിരുന്നു അബൂബക്കർ റളിയല്ലാഹുവിന്റെയും മനസ്സ് ആ വിഷയത്തിൽ. ചെലവിന് ഇനി ഞാൻ മിസ്തഹിന് നൽകുകയില്ല എന്ന് അദ്ദേഹം ശപഥം ചെയ്ത് സത്യം ചെയ്ത് തീരുമാനിച്ചു. ഈ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കേട്ടതായ ആയത്ത്. അപ്പൊ നമ്മൾ പറഞ്ഞത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ സലഫികൾ എങ്ങനെയാണ് അള്ളാഹുവിന് ഈ വിശേഷണങ്ങൾ അൽ മക്ർ, അൽ കൈദ്, അൽ മിഹാൽ എന്നീ സിഫത്തുകളെ സ്ഥാപിക്കുന്നത് എന്നതാണ്. മനസ്സിലല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ മക്ർ, അൽ കൈദ്, അൽ മിഹാൽ തന്ത്രം പ്രയോഗിക്കുന്നത് അത് ആക്ഷേപാർഹമായ രീതിയില്ല, പ്രത്യേക സ്തുത്യർഹമായ നിലക്കാണ്. അതെങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച തന്ത്രങ്ങളെല്ലാം തന്ത്രം പ്രയോഗിച്ചവർക്കുള്ള ശിക്ഷ എന്നോണാണ്.
അല്ലെങ്കിൽ അവർക്കുള്ള മറുപടി എന്നോണാണ്, അവർക്കൊരു പാഠം എന്നോണാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒന്നാമത്തെ മക്കറുമായി ബന്ധപ്പെട്ട വചനം വമക്കറു വമക്കറല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. എന്താ വമക്കറു? അവർ തന്ത്രം പ്രയോഗിച്ചു. വമക്കറല്ലാഹ്, അല്ലാഹുവും തന്ത്രം പ്രയോഗിച്ചു. വല്ലാഹു ഖൈറുൽ മാകിരീൻ, അല്ലാഹു ഖൈറുൽ മാകിരീൻ ആണെന്ന്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരുടെ വിഷയത്തിലാ? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമക്കെതിരിൽ തന്ത്രം പ്രയോഗിച്ച യഹൂദന്മാരുടെ വിഷയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിറക്കുന്നത്. യഹൂദന്മാർ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ വധിക്കാൻ വേണ്ടി പിലാത്തോസിന്റെ പടയാളികൾക്ക് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഒറ്റുകൊടുത്തു. അത് അവരിൽ നിന്നുള്ള വലിയ ഒരു കുതന്ത്രമായിരുന്നു. അവർ ആ കുതന്ത്രം പ്രയോഗിച്ചപ്പോൾ അള്ളാഹു പറയുന്നത് അള്ളാഹുവും തന്ത്രം പ്രയോഗിച്ചു. ഒമക്കറു, ജൂതന്മാർ തന്ത്രം പ്രയോഗിച്ചു ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ട്. അത് കുതന്ത്രാണ്. വമക്കർ അള്ളാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ത്രം പ്രയോഗിച്ചു. എന്താ അള്ളാന്റെ തന്ത്രം? അള്ളാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രൂപം ഒറ്റുകൊടുത്തവരിൽ ഒരാൾക്ക് നൽകി. അള്ളാഹു ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ അത്ഭുതകരമാം തന്നിലേക്ക് ഉയർത്തി. ആരാണ് ഒറ്റുകൊടുത്തതിന് നേതൃത്വം വഹിച്ചത്? അവനിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രൂപ സദൃശ്യം അള്ളാഹു നൽകുകയും അവനെ എന്ത് ചെയ്തു? പിലാത്തോസിന്റെ പടയാളികൾ ക്രൂശിക്കുകയും ചെയ്തു. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചതായ തന്ത്രം. ഇവിടെ നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ത്രം പ്രയോഗിച്ചത് സ്തുത്യർഹമായ രീതിയിലാണ്. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അതേപോലെ അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, അവരെ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരുടെ ശത്രുക്കൾ പ്രയോഗിച്ചതായ തന്ത്രത്തിനുള്ള ശിക്ഷയെന്നോണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തന്ത്രം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറഞ്ഞത് വല്ലാഹു ഖൈറുൽ മാകിരീൻ, അള്ളാഹു മാകിരീങ്ങളിൽ ഉത്തമനാണ്. അള്ളാഹു അത്യുത്തമമായ തന്ത്രം പ്രയോഗിക്കുന്നവനാണ്, അല്ലെങ്കിൽ തന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഉത്തമനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രയോഗിക്കുന്ന തന്ത്രം ഖൈറാണ്. മനസ്സിലായി? ഖൈറായ പ്രവൃത്തിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നിർവഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ്. അംകറുൽ മാകിരീൻ എന്ന് പറഞ്ഞില്ല, ഏറ്റവും വലിയ തന്ത്രം പ്രയോഗിക്കുന്നവൻ എന്നാണ് പറഞ്ഞത്. പിന്നെ ഖൈറുൽ മാകിരീൻ എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല കുതന്ത്രം മെനയുന്നവർക്ക് ശിക്ഷയെന്നോണം അവരെ പാഠം പഠിപ്പിക്കുവാനാണ് അള്ളാഹുവിൽ നിന്നുള്ളതായ തന്ത്രം. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം സത്യദീനിലേക്ക് ആളുകളെ ക്ഷണിച്ചു. ജൂതന്മാർ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശത്രുക്കളായി മാറി, ദഅവത്തിനെ നിരസിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹത്തെ ഒറ്റുകൊടുക്കുകയും വധിക്കുവാൻ വേണ്ടി അവർ തന്ത്രം പ്രയോഗിക്കുകയും ചെയ്തു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഉയർത്തുകയും ഒറ്റുകൊടുത്തതിന് നേതൃത്വം വഹിച്ചവന് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രൂപം നൽകുകയും ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ മക്ർ, തന്ത്രം. അതൊരു ഉത്തമ പ്രവൃത്തിയും സ്തുത്യാർഹമായിട്ടുള്ള പ്രയോഗവുമാണ്. മനസ്സിലല്ലേ? ആ രീതിയിൽ അള്ളാഹുവിന് അൽ മക്ർ എന്നുള്ള വിശേഷണമുണ്ട്. ഇതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഉണർത്തുന്നത്. രണ്ടാമത്തെ ആയത്ത് ഷെയ്ഖുൽ ഇസ്ലാം മക്റിന്റെ വിഷയത്തിൽ കൊടുത്തത് വമക്കറു മക്റൻ വമക്കർനാ മക്റാ വഹും ലാ യശ്ഉറൂൻ. വമക്കറു മക്റൻ, അവർ ഒരു തന്ത്രം പ്രയോഗിച്ചു, വല്ലാത്ത തന്ത്രം അവർ പ്രയോഗിച്ചത്. ആരാണ് ഈ അവർ? സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത. വകാന ഫിൽ മദീനത്തി തിസ്അത്തു റഹ്തിൻ എന്ന് പറഞ്ഞില്ലേ? സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നാട്ടിൽ, അഥവാ ഇന്നത്തെ അൽ ഉല എന്ന് പറയുന്ന അൽ ഹിജ്ർ എന്ന് പറയുന്ന സ്ഥലം, മദാഇൻ സാലിഹ് എന്ന് പറയുന്ന സ്ഥലം, അവിടെ അവിശ്വാസികളാണ്. അവരിൽ ഒരു 9 അംഗം റൗഡികൾ ഉണ്ടായിരുന്നു. മനസ്സിലല്ലേ? സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം അവരെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചു. യാ ഖൗം ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കൂ, അള്ളാഹു അല്ലാതെ നിങ്ങൾക്ക് ആരാധിക്കുവാൻ ആരാധ്യൻ ആരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞു, സാലിഹ് നീ ഞങ്ങളിൽ ഒരു പ്രതീക്ഷയായിരുന്നു, ഞങ്ങൾക്കൊരു മർജുവായ ഒരു വ്യക്തിയായിരുന്നു, ഞങ്ങളിൽ ഒരു അഭിമതനായിരുന്നു താങ്കൾ.
പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ വിഗ്രഹങ്ങളുടെ ഒക്കെ കുരുത്തക്കേട് നിനക്ക് തട്ടിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കി. പിന്നെ അദ്ദേഹത്തോട് പല ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെട്ട്, അവരൊരു ഒട്ടകത്തിനെ ആവശ്യപ്പെട്ട്, അപ്പൊ അവര് പറഞ്ഞ വിശേഷണത്തിൽ അവർക്ക് ഒട്ടകത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുഅ്ജിസത്തായിട്ട് പ്രകടിപ്പിച്ച്, മനസ്സിലായില്ലേ? ഇതൊക്കെ നൽകിയെങ്കിലും സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്കെതിരിൽ സമൂദ് ഗോത്രം കുതന്ത്രം പ്രയോഗിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയേണ്ട അതിനെ കുറിച്ച്, തഖാസമു ബില്ലാഹി ലനുബയ്യിതന്നഹു വഅഹ്ലഹു. സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഇരുട്ടിന്റെ മറവിൽ കെണിയിൽപ്പെടുത്തുവാനും കൊല്ലുവാനും അവർ അള്ളാഹുവിൽ സത്യം ചെയ്ത് അന്യോന്യം തീരുമാനിച്ചു. മനസ്സിലായി? ഇരുട്ടിന്റെ മറവിൽ പോയിട്ട് സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ അപകടപ്പെടുത്തുക, കുടുംബത്തെ അപകടപ്പെടുത്തുക. മനസ്സിലായി? അത് അവർ സത്യം ചെയ്ത് തീരുമാനിച്ച്. മാത്രല്ല രാത്രിയെ കൊല്ലാൻ തീരുമാനിച്ചത്. എന്നിട്ട് അവരുടെ തന്ത്രം എന്താ? സുമ്മലി വലിയഹി. സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അദ്ദേഹത്തിന്റെ വലിയ ബന്ധുക്കൾ വന്നിട്ട് എന്ത് ചെയ്യും? ചോദ്യം ചെയ്യും. അപ്പൊ ചോദ്യം ചെയ്യുമ്പോ അവരോട് നമുക്ക് പറയാം, മാ ഷഹിദ്ന മഹ്ലിക അഹ്ലിഹി. സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബം വധിക്കപ്പെട്ടതിൽ ഞങ്ങൾ സാക്ഷികളല്ല, വൈന്നാല സാധിക്കും, ഞങ്ങൾ പറയുന്നത് സത്യമാണ് എന്ന് നമുക്ക് പറയുകയും ചെയ്യാം എന്ന് അവർ കൂടിയാലോചന. അപ്പൊ രാത്രിന്റെ മറവിൽ പോയിട്ട് കൊല്ലാം, എന്നിട്ട് അവർ ചോദ്യം ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ഞങ്ങൾ അതിന് സാക്ഷികളായിട്ടില്ല എന്ന് പറയുകയും ചെയ്യാം എന്നാണ് അവരുടെ തന്ത്രം. മനസ്സിലായില്ലേ? ഇത് സമൂദ് ഗോത്രത്തിലെ അവിശ്വാസികൾ പ്രയോഗിച്ചതായ തന്ത്രമാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെയും ആ പ്രവാചകന്റെ അഹ്ലിനെയും ഇരുട്ടിന്റെ മറവിൽ നശിപ്പിക്കാൻ എന്നുള്ള തന്ത്രം അവർ പ്രയോഗിച്ചപ്പോൾ അതിനെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമക്കറു മക്രൻ. അവർ വല്ലാത്ത ഒരു തന്ത്രമാണ് പ്രയോഗിച്ചത്. വമക്കർന മക്രൻ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളും എന്ത് ചെയ്തു? വല്ലാത്ത ഒരു തന്ത്രം പ്രയോഗിച്ചു. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത് എന്താ തന്ത്രം? ഈ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുടുംബത്തെ നശിപ്പിക്കുവാനുള്ള ആ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയാണ് ചെയ്തത്. മനസ്സിലായില്ലേ? വഹും ലാ യശ്ഉറൂൻ. അവരറിയാത്ത വിധമായിരുന്നു അള്ളാഹുവിന്റെ തന്ത്രം പ്രയോഗിക്കൽ. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഫൻദുർ കൈഫ കാന ആഖിബതു മക്രിഹിം അന്നാ ദമ്മർനാഹും വഖൗമഹും അജ്മഈൻ. ഫൻദുർ, നിങ്ങൾ നോക്കൂ, കൈഫ കാന ആഖിബതു മക്രിഹിം, സമൂദ് ഗോത്രത്തിലെ അവിശ്വാസികളുടെ തന്ത്രത്തിന്റെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന്. അന്നാ ദമ്മർനാഹും, നാം അവരെ തകർത്ത് കളഞ്ഞു, വഖൗമഹും, അവരുടെ ജനതയെയും, അജ്മഈൻ, മുഴുവനും. പടച്ച തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മുഴുവൻ തകർത്ത് കളയുകയുണ്ടായി. അതാണ് അള്ളാന്റെ തന്ത്രം. അള്ളാഹുവിന്റെ അമ്പിയാക്കളോട് തന്ത്രം പ്രയോഗിച്ചവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയാണ് ചെയ്തത്. അതാണ് അള്ളാഹുവിന്റെ തന്ത്രം. മനസ്സിലല്ലേ? അത് സ്തുത്യർഹമായ പ്രവർത്തനം. ഫഅഖദതുഹും റജ്ഫ ഫഅസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ. ഒരൊറ്റ പ്രകമ്പനം അത് അവരെ പിടികൂടി അവരവരുടെ ഭവനങ്ങളിൽ ജീവനറ്റ് വീഴുകയാണ് ചെയ്തത്. മനസ്സിലല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് അന്നദമ്മർനാഹും, നാം അവരെ തകർത്ത് കളഞ്ഞ് എന്നുള്ള സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതങ്ങനെയാണ്. മനസ്സിലല്ലേ? ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വമക്കർന, നാം മക്കർ പ്രയോഗിച്ചു, തന്ത്രം പ്രയോഗിച്ചു. ഇവിടെ അള്ളാഹുവിന്റെ തന്ത്രം നോക്കൂ നിങ്ങൾ. മനസ്സിലല്ലേ? ഇത് കുതന്ത്രമല്ല, പിന്നെ അള്ളാഹുവിന്റേത് സ്തുത്യർഹമായിട്ടുള്ള തന്ത്രമാണ്. മനസ്സിലായി? ആ നിലക്ക് അള്ളാഹുവിന് മക്കർ എന്നുള്ള വിശേഷണമുണ്ട്. അത് മുഖയ്യദായ നിലക്കാണ്, മുത്തലഖായ നിലക്കല്ല. മുത്തലഖായിട്ടുള്ള തന്ത്രം അത് മനുഷ്യന്മാരുടെയൊക്കെ തന്ത്രം. മനസ്സിലായില്ലേ? അതിൽ സ്തുത്യർഹമായതുണ്ടാകും, അലി റളിയല്ലാഹു തആല പ്രയോഗിച്ചതുപോലെ. അല്ല, സ്തുത്യർഹമല്ലാത്തതുണ്ടാകും. മനുഷ്യന്മാരെ അന്യോന്യം കെണിയിൽപ്പെടുത്താൻ വേണ്ടിട്ട് ഓരോ ചെയ്യണില്ലേ? മനസ്സിലായില്ലേ? ചിലരെന്ത് ചെയ്യും? ബിസിനസ് സാധനങ്ങൾ വിറ്റഴിയാൻ വേണ്ടി തന്ത്രം പ്രയോഗിക്കും. ചിലര് തന്റെ കയ്യിലുള്ള കറൻസി അത് പൊളിഞ്ഞതായിരിക്കും. മനസ്സിലായി? അത് ചെലവാകാൻ വേണ്ടിയിട്ട് തന്ത്രം പ്രയോഗിക്കും. പലരും പല രീതിയിലുള്ള അടവുകളൊക്കെ പ്രയോഗിക്കും. മനസ്സിലല്ലേ? ഇങ്ങനെയുള്ള തന്ത്രം അത് അള്ളാഹുവിലേക്കില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിലേക്ക് ഈ സിഫത്തുകൾ 4 ആയത്തുകളിൽ മക്കർ അല്ലെങ്കിൽ മക്കർ, കൈദ്, നിഹാൽ എന്നിവ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്തുത്യർഹമായ നിലക്ക് അള്ളാഹുവിന്റെ ശത്രുക്കളോട്, അള്ളാഹുവിന്റെ അമ്പിയാ ഔലിയാക്കളുടെ ശത്രുക്കളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചതായ തന്ത്രമാകുന്നു. അടുത്ത ആയത്ത് ഏതാ? അടുത്ത ആയത്ത് ഇന്നഹും യകീദൂന കൈദ വ അകീദു കൈദ എന്നർത്ഥം. ഇന്നഹും, തീർച്ചയായും അവർ, യകീദൂന കൈദ, അവർ തന്ത്രം പ്രയോഗിക്കുന്നു. വ അകീദു കൈദ, നാമും തന്ത്രം പ്രയോഗിക്കുന്നു. വ അകീദു, നാം തന്ത്രം പ്രയോഗിക്കുന്നു.
എന്ന് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. കൈദൻ, വല്ലാത്തൊരു തന്ത്രം. മനസ്സിലായില്ലേ? ഇവിടെ ഇന്നഹും യകീദൂന കൈദ, അവർ തന്ത്രം പ്രയോഗിക്കുന്നു. ആരെ കുറിച്ചാണ് ഈ അവർ എന്ന് പറഞ്ഞത്? അത് മക്കയിലെ ബഹുദൈവ വിശ്വാസികളെ കുറിച്ചാണ്. മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരിൽ തന്ത്രം പ്രയോഗിച്ചു. മനസ്സിലായി? എന്തായിരുന്നു ആ തന്ത്രം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ അവർ പരിപാടിയിട്ട്, കൊല്ലാൻ മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വൈദി യംകുറു ബികല്ലദീന കഫറൂ ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക വയംകുറൂന വയംകുറുല്ലാഹു വല്ലാഹു ഖൈറുൽ മാകിരീൻ. വൈദി യംകുറു ബികല്ലദീന കഫറൂ, അവിശ്വാസികൾ നിങ്ങളെ കൊണ്ട് തന്ത്രം പ്രയോഗിച്ച സന്ദർഭം ഓർക്കുക. എന്തിനു വേണ്ടിയാണ് അവിശ്വാസികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തന്ത്രം പ്രയോഗിച്ചത്? ലിയുസ്ബിതൂക്, ഒന്നുകിൽ പ്രവാചകനെ എവിടെയെങ്കിലും ബന്ദിയാക്കി വെക്കുവാൻ, ഔ യഖ്തുലൂക്, അല്ലെങ്കിൽ പ്രവാചകനെ താങ്കളെ വധിക്കുവാൻ, ഔ യുഖ്രിജൂക്, അല്ലെങ്കിൽ പ്രവാചകനെ താങ്കളെ നാട് കടത്തുവാൻ. അപ്പൊ നാട് കടത്തുക, അല്ലെങ്കിൽ വധിക്കുക, അല്ലെങ്കിൽ ബന്ദിയാക്കി വെക്കുക, ഈ മൂന്നാലൊരു മുറ പ്രയോഗിക്കുവാൻ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരിൽ തന്ത്രം പ്രയോഗിച്ചു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ തുടർന്ന് പറയുന്നത്, വയം ഖുറൂൻ, അവർ തന്ത്രം പ്രയോഗിക്കുകയായിരുന്നു. വയം ഖുറുല്ലാ, അപ്പോൾ അള്ളാഹുവും തന്ത്രം പ്രയോഗിച്ചു. വല്ലാഹു ഖൈറുൽ മാകിരീൻ, അള്ളാഹു ഖൈറുൽ മാകിരീനാണ്, ഉത്തമമായി തന്ത്രം പ്രയോഗിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതിനെക്കുറിച്ചാണ് സൂറത്ത് താരിഖിന്റെ അവസാനത്തിൽ ഇന്നഹും യകീദൂന കൈദ, അവർ തന്ത്രം പ്രയോഗിക്കുന്നു, വ അകീദു കൈദ, നാം തന്ത്രം പ്രയോഗിക്കുന്നു, വമഹിലിൽ കാഫിരീന അംഹിൽഹും റുവൈദ, അവിശ്വാസികൾക്ക് അല്പം ഇട നൽകൂ എന്ന് പറഞ്ഞത് ഈ അവിശ്വാസികളുടെ വിഷയത്തിൽ. മനസ്സിലല്ലേ? അങ്ങനെ ഏതാണ് അവർ പ്രവാചകനെ നേരെ പ്രയോഗിക്കേണ്ടത്? വധിക്കണോ, നാട് കടത്തണോ, അതല്ല ബന്ദിയാക്കി വെക്കണോ? അതിലവർ ദാറുൻ നദ്വയിൽ ബഹുദൈവ വിശ്വാസികൾ കൂടിയാലോചന നടത്തിയപ്പോൾ ഒരു നജ്ദിയൻ ഷെയ്ഖിന്റെ രൂപത്തിൽ ഇബ്ലീസ് വരികയും അങ്ങനെ ഇബ്ലീസ് അവർക്കൊരു അഭിപ്രായം പറഞ്ഞു കൊടുത്തു. ഖുറൈശി ഗോത്രങ്ങളിൽ, ഉപഗോത്രങ്ങളിൽ നിന്നുള്ള നല്ല യുവാക്കൾ 10 പേരെ തെരഞ്ഞു പിടിച്ച് എല്ലാവരുടെയും കയ്യിൽ വാള് കൊടുക്കുക, അവർ മുഹമ്മദിന്റെ വീടിനെ വളഞ്ഞു നിന്ന് മുഹമ്മദിനെ ഒരൊറ്റ വെട്ടിന് എല്ലാവരും കൂടി കൊല്ലട്ടെ. അങ്ങനെ എല്ലാ ഗോത്രങ്ങളിൽ നിന്നുള്ള ഓരോ മല്ലന്മാര് വന്ന് മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊന്നിട്ടുണ്ട് എങ്കിൽ ബനു ഹാഷിം കുടുംബത്തിന് എല്ലാരോടും പ്രതികാരം ചോദിക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ? പ്രതികാരം, പിന്നെ ബ്ലഡ് മണിയോ ദിയൊക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യും, പ്രശ്നം പരിഹരിച്ചോളും എന്ന് ഇബ്ലീസ് വന്നിട്ട് ഇവർക്ക് ബോധനം നൽകി. ഇതായിരുന്നു അവര് പ്രയോഗിച്ചതായ തന്ത്രം. അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നഹും യകീദൂന കൈദ. അതേപോലെ തന്നെ വൈദി യംകുറു ബികല്ലദീന കഫറൂ ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക വയംകുറൂൻ. മനസ്സിലായി? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്ത്? അവർക്കെതിരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ത്രം പ്രയോഗിച്ചു. ഇത്തരം ഒരു ദ്രോഹം ചെയ്യുന്ന, ഇത്തരം ഒരു ക്രൂരത ചെയ്യുന്ന മനുഷ്യന്മാർക്കെതിരിൽ, മുശ്രിക്കുകൾക്കെതിരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ശിക്ഷ പ്രയോഗിക്കുന്നുവെങ്കിൽ അത് സ്തുത്യർഹമായ മക്റാണ്. ആ നിലക്കാണ് അള്ളാഹുവിനേക്ക് മക്റിനെ സ്ഥാപിക്കുന്നത്, കൈദിനെ സ്ഥാപിക്കുന്നത്, നിഹാലിനെ സ്ഥാപിക്കുന്നത്. ഇവിടെ എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചതായ തന്ത്രം? ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വീട് വളഞ്ഞു നിന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ, റസൂലുള്ള രാത്രി ഉറങ്ങി കിടക്കുമ്പോൾ വീട് വളഞ്ഞു നിന്ന്, പ്രഭാതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിരിപ്പിൽ നിൽക്കുമ്പോഴാണ് അവര് വെട്ടിക്കൊല്ലാൻ തീരുമാനിച്ചത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് വഹയി വന്ന് വിരിപ്പിൽ അലിയാരെ കിടത്തിയതിനു ശേഷം ഇവർ തങ്ങളുടെ ഊരി പിടിച്ച വാളുമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെട്ടാൻ ഓങ്ങി നിൽക്കുന്ന വേളയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ വെട്ടാൻ വേണ്ടി വാള് ഓങ്ങി നിൽക്കുന്നവർക്ക് നേരെ പ്രവാചകന് ഒരു പിടി മണ്ണ് വാരിയാണ്ട് എറിഞ്ഞ്. മനസ്സിലായില്ലേ? അവർക്കിടയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി നടന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയത്തിൽ പറയാണ്, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. നാം അവരുടെ മുന്നിൽ മറയിട്ടു, അവരുടെ പിന്നിലും മറയിട്ടു, നാം അവരെ മൂടിക്കളഞ്ഞു, അവർക്ക് കാണാൻ കഴിയാത്ത വിധം. ഈ 10 ആളുകളുടെയും മുന്നിലും പിന്നിലും അള്ളാഹു മറട്ട്, അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂടിക്കളഞ്ഞ് അവർക്ക് കാണാൻ കഴിയാത്ത വിധം ആയിപ്പോയി അവരുടെ അവസ്ഥ. മനസ്സിലല്ലേ? ഇവിടെ
അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച തന്ത്രതാണ്. മനസ്സിലായില്ലേ? അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. വാക്കീദു കൈത, നാമും വല്ലാത്തൊരു തന്ത്രം പ്രയോഗിക്കും. വയംകുറുല്ലാഹു വല്ലാഹു ഖൈറുൽ മാകിരീൻ, അള്ളാഹു തന്ത്രം പ്രയോഗിക്കുന്നു, അള്ളാഹു ഖൈറുൽ മാകിരീനാണ് എന്ന് പറഞ്ഞു. ഇവിടെ അള്ളാന്റെ തന്ത്രമാണ് വലിയ തന്ത്രം, അതിമഹത്തായ തന്ത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹുവിന്റെ ആ തന്ത്രമാണ് രക്ഷപ്പെടുത്തിയത്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കിടയിലൂടെ ഇറങ്ങി നടന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെയും കൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗർ മലയുടെ നേരെ പോയി. അങ്ങനെ സൗർ മലയിൽ 3 നാളുകൾ പാർത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോവുകയുണ്ടായി, സുരക്ഷിതനായി. മനസ്സിലായേ? അപ്പൊ ആരുടെ തന്ത്ര വിജയിച്ചത്? മക്കക്കാർ വാളയിട്ട് കാത്തു നിൽക്കുക റസൂലുള്ളാഹിനെ വെട്ടാൻ. പക്ഷേ അവർ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരിപ്പിലേക്ക് നോക്കിയിരിക്കുക. പക്ഷെ വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റിരുന്നത് അലിയാരാണ്. അതോടുകൂടി അവർ ലഭ്യരായി. അവരുടെ നേതാക്കന്മാർ വിവരം അറിഞ്ഞു, മുഹമ്മദ് രക്ഷപ്പെട്ടിരിക്കുന്നു, വീട്ടിനകത്തുള്ളത് അലിയാരാണ്. അതോടുകൂടി അവരുടെ ദേഷ്യം മൂത്തു, അവരുടെ ക്രോധം മൂത്തു. അവർ വീണ്ടും അഹങ്കാരികളായി ഈർഷ്യതയിൽ അവർ പ്രഖ്യാപിച്ചു, മുഹമ്മദിനെ ജീവനോടെ കൊണ്ടുവന്നാലും, അതല്ല തലയെരിഞ്ഞ് തല കൊണ്ടുവന്നാലും 100 ഒട്ടകം ഇനാം. അങ്ങനെ അവർ 100 ഒട്ടകങ്ങളെ ഇനാം പ്രഖ്യാപിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തല കൊയ്യാൻ മക്കയുടെ വിവിധ ഭാഗങ്ങളിലേക്കും പുറം നാടുകളിലേക്കും ആളുകളെ വിടുകയാണ് ചെയ്തത്. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തല കൊയ്യുവാനുള്ള ആർത്തി കാരണത്താൽ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലായിടത്തും തെരഞ്ഞ് അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒളിച്ചിരിക്കുന്ന ജബൽ അസൂറിന്റെ മുകളിൽ വരെ എത്തി. യഥാർത്ഥത്തിൽ നോക്കി നിങ്ങൾ അവരുടെ ആ ആർത്തി നോക്കി, നിങ്ങൾ അവരുടെ കുതന്ത്രത്തിന്റെ ആഴം അളക്കാൻ ഇതുകൊണ്ട് കഴിയും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോകുന്നത് മദീനയുടെ ഭാഗത്തേക്കല്ല. അവർക്കൊരു ഐഡിയ ഉണ്ട് മദീനയുടെ ഭാഗത്തേക്കാണ് പോവുക എന്നുള്ളത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതറിയാം. കാരണം റസൂലുള്ളാഹിനെ കൂടുതൽ തെരയ മദീനയുടെ ഭാഗത്തേക്ക്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് പലായനം ചെയ്ത് പുറപ്പെട്ടത് യമന്റെ ഭാഗത്തേക്കാണ്. നേരെ മദീനന്റെ ഓപ്പോസിറ്റ്, മക്കയുടെ വടക്ക് ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത് തെക്ക് ഭാഗത്തേക്കാണ്. കാരണം തെക്ക് ഭാഗത്താണ് ജബൽ സൗർ ഉള്ളത്. എന്തിന്? തെരച്ചിൽ അങ്ങോട്ട് കുറയാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ജബൽ സൗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കുന്നാണ്, ഉയരമേറെയുള്ള കുന്നാണ്. അങ്ങോട്ട് നല്ല വഴിയാണ്, പ്രയാസകരമാണ് അവിടേക്ക് കയറാൻ. മനസ്സിലായില്ലേ? മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നടന്ന വഴികളിൽ കാൽപാദങ്ങൾ പതിഞ്ഞത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അബൂബക്കർ റളിയല്ലാഹു തആലന്റെ ഇടയൻ ആടുകളിൽ തൊളിച്ചുകൊണ്ടിട്ട് എന്തിട്ടുണ്ട്, ആ കാൽപാദങ്ങളുടെ അടയാളങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്, മായിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇവരുടെ ഈ അത്യാർത്തി കാരണത്താൽ എന്ത് ചെയ്ത് മക്കയിലെ നിമ്ന മേഖലകളൊക്കെ അവര് തെരഞ്ഞ് മലമ്പ്രദേശങ്ങൾ അവർ ഒഴിവാക്കിയില്ല. ആ മലമ്പ്രദേശത്ത് മല കയറി, കുന്ന് കയറി ഏറെ പ്രയാസപ്പെട്ട് അവരെന്ത് ചെയ്ത് സൗർ മലന്റെ മുകളിലും എത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇരിക്കുന്ന സൗർ ഗുഹയുടെ മുകളിൽ അവരെത്തി. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറയില്ല റസൂലുള്ളാഹിനോട്, അള്ളാഹിന്റെ റസൂലേ, അവരവരുടെ കാൽപാദങ്ങളിലേക്ക് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ. അപ്പൊ അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയില്ലേ, യാ അബൂബക്കർ മാ ബന്നുക ബിസ്നൈനി അല്ലാഹു സാലിസുഹുമ. അബൂബക്കർ, നമ്മൾ 2 പേരെ കുറിച്ച് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? നമ്മൾ 2 പേര് മാത്രമല്ല, 3-മനായി അള്ളാഹു നമ്മളോടൊപ്പമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ആ വിഷയത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹു إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ മുശ്രിക്കുകളുടെ വാളുകളിൽ നിന്ന് രക്ഷപ്പെടുത്തി. മുശ്രിക്കുകളുടെ മുന്നിലും പിന്നിലും അള്ളാഹു മറയിട്ട് അവരുടെ കണ്ണുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂടിക്കളഞ്ഞു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുരക്ഷിതനായി വന്നു. സൗർ മലയിലെത്തി. സുരക്ഷിതനായിട്ട് പ്രവാചകൻ ആ മലയിൽ വെച്ചുകൂട്ടി. മുശ്രിക്കുകൾ കണ്ണ് തുടച്ചു നോക്കുമ്പോ, നേരം പുലർന്ന് നോക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടില്ല. അവര് ലഭ്യരായി.
അവരുടെ തന്ത്രം പാഴായി, പൊളിഞ്ഞു. അവരുടെ നേതാക്കന്മാരുടെ തന്ത്രവും പൊളിഞ്ഞു. മാത്രല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തേടിയുള്ള അവരുടെ യാത്രയിൽ അവരുടെ കാൽ ചുവട്ടിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരിക്കെ അവർക്ക് കാണാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിച്ചു. അവരെ അവരുടെ തന്ത്രത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറ്റെ പരാജയപ്പെടുത്തുകയുണ്ടായി. മനസ്സിലായി? അപ്പോ അള്ളാഹുവിലേക്ക് നമ്മൾ അൽ കൈദ്, അൽ മക്ർ, അൽ മിഹാൽ, അതിന്റെ അർത്ഥം തന്ത്രം എന്നാണ്. ഈ വിശേഷണങ്ങളെ ചേർക്കുമ്പോൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് സ്വീകരിച്ചതായ ഈ ഒരു നിലപാട് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. തന്ത്രം എന്ന് പറഞ്ഞാൽ പ്രതിയോഗിയെ വീഴ്ത്തുവാനുള്ള ഗൂഢശ്രമങ്ങൾ നടത്തലാണ്. അത് എല്ലായ്പ്പോഴും സ്തുത്യർഹമായിക്കൊള്ളുന്നില്ല. മനുഷ്യർ അത് പ്രയോഗിക്കുമ്പോൾ പലപ്പോഴും അത് മോശമായ രീതിയിലാണ് പ്രയോഗിക്കാറുള്ളത്. എന്നാൽ സ്തുത്യർഹമായി അത് പ്രയോഗിക്കുന്ന വിശ്വാസികളുണ്ട്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമ്മൾ ആ വിഷയത്തിൽ കേട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഈ വിശേഷണങ്ങളെ ചേർത്തിരിക്കുന്നു വിശുദ്ധ ഖുർആനിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ എന്താണ്? സലഫിയത്തിന്റെ അഖീദ എന്താണ്? അള്ളാഹു തനിക്ക് സ്ഥിരീകരിച്ചതായി ഈ സിഫത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് രീതിയിൽ സ്ഥിരീകരിച്ചുവോ ആ രീതിയിൽ സ്ഥാപിക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്തുത്യർഹമായ നിലക്കാണ് ഈ സിഫത്തുകളെ തനിക്ക് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിന്റെ സന്ദർഭങ്ങളും അതിന്റെ ഉദാഹരണങ്ങളുമാണ് നമ്മൾ ഈ ആയത്തുകളിലൂടെ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് കൊടുത്തതായ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ സത്യദീനെതിരിൽ, അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്കെതിരിൽ, അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കെതിരിൽ കുതന്ത്രം പ്രയോഗിച്ച്, കെണി പ്രയോഗിച്ച് തെറ്റ് പ്രവർത്തിക്കുന്ന, അത് ബോധപൂർവം പ്രവർത്തിക്കുന്ന ഹീനമായ പ്രവർത്തികളിലൂടെ കുതന്ത്രം പയറ്റുന്നതായ ശത്രുക്കൾക്കെതിരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ തന്ത്രം അതാണ് വിജയിച്ചത്. അത് അത്യുത്തമവും സ്തുത്യാർഹവുമായിട്ടുള്ള തന്ത്രപ്രയോഗമായിരുന്നു. അങ്ങനെ തന്ത്രം പ്രയോഗിക്കുന്നവൻ എന്നാണ് ഖൈറുൽ മാകിരീൻ എന്നുള്ളത് അർത്ഥമാക്കുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു മാക്കിർ, അൽ മാക്കിർ എന്ന് പേരുള്ളവനാണ് എന്ന് പറയുന്നില്ല. അതേപോലെ അൽ ഖായിദ് എന്ന് പേരുള്ളവനാണെന്ന് പറയുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അങ്ങനെ പേരുകൾ ഇല്ല. പ്രത്യുത അള്ളാഹു ഖൈറുൽ മാകിരീന, അതാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത്. എന്തുകൊണ്ട് അൽ ഖൈദ് അതേപോലെ അൽ മക്ർ എന്നതിൽ നിന്നൊന്നും അള്ളാഹുവിന് നാമങ്ങൾ സ്വീകരിക്കുന്നില്ല? നാമങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ കാരണം അൽ മക്റും അൽ ഖൈദും ഒക്കെ എപ്പോഴും സ്തുത്യർഹമായ രീതിയിൽ തന്ത്രം പ്രയോഗിക്കുന്നതിന് മാത്രമല്ല പ്രയോഗിക്കുക, പിന്നെയോ മോശമായ രീതിയിൽ തന്ത്രം പ്രയോഗിക്കുന്നതിനും ഇതാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിശേഷണം അള്ളാഹുവിന്റെ മഹത്വത്തിന് അനുയോജ്യമായ വിധം അള്ളാഹുവിനുണ്ട് എന്നുള്ളത് സ്ഥാപിക്കുകയല്ലാതെ അതിൽ നിന്ന് ഇസ്മിനെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അള്ളാഹുവിന് സ്ഥിരീകരിക്കുന്നില്ല. ഇതാണ് ഈ വിഷയത്തിൽ ഉണർത്തുവാനുള്ളത്. അള്ളാഹുവിന് അൽ മക്കർ, അതേപോലെ തന്നെ അൽ ഖൈദ്, അൽ മിഹാൽ എന്നീ സിഫത്തുകൾ ഉണ്ട്. അള്ളാഹുവിന്റെ മഹത്വത്തിന് അനുയോജ്യമായ വിധം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അള്ളാഹുവിനെ സ്ഥിരീകരിച്ച വിധം എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് നൽകുന്നതായ ധാർമ്മികമായിട്ടുള്ള വെളിച്ചം എന്താണ്? ആത്മീയമായിട്ടുള്ള പുരോഗതി എന്താണ്? നമ്മൾ ആരും അള്ളാഹുവിന്റെ പടപ്പുകളോട് കുതന്ത്രം പ്രയോഗിക്കാൻ പാടുള്ളതല്ല. നമ്മൾ ദുർചിന്തകൾ കാരണത്താൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കും അള്ളാഹിന്റെ ഇഷ്ടദാസന്മാർക്കും സത്യദീനിനും എതിരിലൊക്കെ കുതന്ത്രം പ്രയോഗിക്കുകയായാൽ അവരുടെ കുതന്ത്രങ്ങളെ പഴുവേലയാക്കുന്ന, പരാജയപ്പെടുത്തുന്നതായ തന്ത്രപ്രയോഗങ്ങൾ ശിക്ഷയായി അള്ളാഹുവിൽ നിന്ന് ഇറങ്ങി വരും. പടച്ച തമ്പുരാൻ അള്ളാഹുവിന്റെ മക്ർ പ്രയോഗിക്കും, അള്ളാഹു അവന്റെ കൈത് പ്രയോഗിക്കും, അള്ളാഹുവിന്റെ മിഹാൽ അള്ളാഹു അവതരിപ്പിക്കും. എങ്കിൽ അത് അള്ളാഹുവിന്റെ ശിക്ഷയാണ്.
അള്ളാഹുവിന്റെ മക്രും കൈതുമാണ് വിജയിക്കുക, നമ്മുടേത് പരാജയത്തിൽ കലാശിക്കുകയാണ് ചെയ്യുക, അത് പാഴ്വേലയാവുകയാണ് ചെയ്യുക. ചരിത്രത്തിൽ സംഭവിച്ചതുപോലെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ, സമൂദിന്റെ ഖൗമിന്റെ വിഷയത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ ഒക്കെ തന്ത്രവുമായി ബന്ധപ്പെട്ട് അവിശ്വാസികളെ ശത്രുക്കൾ പ്രയോഗിച്ച തന്ത്രങ്ങളുടെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ. മനസ്സിലായി? ഈ കാര്യം ഇതോടനുബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് നമ്മുടെ വിശ്വാസവും അതേപോലെ തന്നെ നമ്മുടെ കർമ്മവും, മനസ്സാ വാച കർമ്മനായുള്ള നമ്മുടെ പ്രവൃത്തികളെല്ലാം ഇത്തരം സിഫത്തുകൾ അള്ളാഹുവിനുള്ളത് യഥാവിധം മനസ്സിലാക്കുമ്പോൾ അതിൽ നമുക്ക് നമ്മുടെ സ്വഭാവങ്ങളെ മാറ്റുവാനും നന്നാക്കുവാനും സാധിക്കും. ഇതാണ് ഈ സമയത്ത് ഉണർത്തുവാനും ഉപദേശിക്കുവാനും ആഗ്രഹിച്ചത്. ഇൻഷാ അള്ളാഹ് ഇനി നമുക്ക് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അള്ളാഹുവിന് അൽ അഫ്വ്, അള്ളാഹുവിന് അൽ മഗ്ഫിറത്ത്, അതേപോലെ അള്ളാഹുവിന് അൽ റഹ്മത്ത്, അള്ളാഹുവിന് അൽ ഇസ്സത്ത് എന്നീ സിഫത്തുകളെ സ്ഥാപിക്കുന്നതായ ആയത്തുകളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അള്ളാഹ് ഇവിടുന്ന് തുടർത്തിയിട്ട് സംസാരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും എല്ലാവിധ ഖൈറുകളും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സത്യദീനിൽ നമുക്ക് എല്ലാവർക്കും ഫിഖ്ഹ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും പ്രീതിപ്പെടുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തങ്ങളെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇന്ന് ഏതാനും കാര്യങ്ങൾ ഉണർത്തുവാൻ ഉദ്ദേശിച്ചത്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധിക്ക് നിരക്കാത്ത ചില സിഫത്തുകളുണ്ട്, അള്ളാഹുവിലേക്ക് ചേർക്കാൻ പാടില്ലാത്ത, അതുമായി ബന്ധപ്പെട്ടുള്ളതായ ചില അടിസ്ഥാനങ്ങളെ നമ്മൾ തുടർത്തി സംസാരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ സത്യദീനിൽ നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിഖ്ഹ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസം സ്വീകരിച്ച് യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ചു മരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.